അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ ഹദീസ് ക്ലാസ് അതിൽ പഠിക്കാനുള്ളത് ഒരു ചെറിയ ഹദീസാണ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നിശ്ചയം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഷർറു ത്വആമി ത്വആമുൽ വലീമ യുംനൗഹ മൻ യഅതിഹ വയുദ്ആ ഇലൈഹ മൻ യഅബാഹ വമൻ ലം യുജിബ് ദഅവത ഫഖദ് അസല്ലാഹ വറസൂലഹു. ഷർറു ത്വആമി, ഏറ്റവും ഷർറായ ഭക്ഷണം, അത് ത്വആമുൽ വലീമ, ചില സദ്യകളിലെ ഭക്ഷണമാണ്, സദ്യയുടെ ഭക്ഷണമാണ്. വിവാഹ സദ്യയും അല്ലാത്ത സദ്യകളും. എങ്ങനെയുള്ള സദ്യയാണ്? യുംനൗഹ മൻ യഅതിഹ, സദ്യയിലേക്ക് വരുന്നവരെ അത് തടയപ്പെടും. എന്ന് പറഞ്ഞാൽ സദ്യയിലേക്ക് വരാൻ സാധ്യതയുള്ളവരെ അതിലേക്ക് വിളിക്കില്ല. വയുദ്ആ ഇലൈഹ മൻ യഅബാഹ, സദ്യയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നവർ അതിലേക്ക് ക്ഷണിക്കപ്പെടുകയും ചെയ്യും. അതിന്റെ താല്പര്യം മറ്റൊരു ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്. യുദ്ആ ഇലൈഹൽ അഗ്നിയാഉ വയുത്റകുൽ ഫുഖറാഉ, മുതലാളിമാരെ, വലിയ വലിയ പണക്കാരെ സദ്യയിലേക്ക് ക്ഷണിക്കും, പാവങ്ങളെ, ഫക്കീറുമാരെ സദ്യക്ക് ക്ഷണിക്കാതെ അകറ്റി നിർത്തുകയും ചെയ്യും. സാധാരണഗതിയിൽ പണക്കാർക്കാണല്ലോ, അവർക്ക് എത്രയും ഫുഡ് കിട്ടും. അതുകൊണ്ട് തന്നെ വലിയ സദ്യകളൊന്നും, വലിയ കല്യാണ സദ്യകളും മറ്റുമൊക്കെ വിളിച്ചാൽ അതിനൊരു മൈൻഡ് ചെയ്യാൻ സാധ്യത കുറവാണ്. സാധാരണക്കാർക്ക് ഒരു ചെറിയ സദ്യ കിട്ടിയാൽ അവർ അന്നത്തെ ഭക്ഷണം റാഹത്താകുമെന്ന സന്തോഷത്തോടെ അവര് ബിസ്മിയും ചൊല്ലി സന്തോഷത്തോടെ വന്ന് കഴിച്ചു പോകും. അപ്പൊ ഈ നിലക്ക് സാധാരണക്കാരെ ക്ഷണിക്കാതിരുന്നാൽ, ആഗ്രഹമുള്ള ആളുകളായ സാധാരണക്കാരെ, ഫക്കീറുമാരെ ക്ഷണിക്കാതിരുന്നാൽ, മുതലാളിമാരെ മാത്രം ക്ഷണിച്ച് വിളിച്ചു വരുത്തി നടത്തുന്ന സദ്യ, ആ സദ്യയുടെ ഭക്ഷണമാണ് ഏറ്റവും ഷർറായ ഭക്ഷണം. അപ്പോ നമ്മൾ കല്യാണ സദ്യ നടത്തുമ്പോഴും വിവാഹ സദ്യ നടത്തുമ്പോഴും അല്ലാത്ത സദ്യകൾ, സൽക്കാരങ്ങളും മറ്റുമൊക്കെ നടത്തുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിൽ നിന്ന് പണക്കാരെ മാത്രം വിളിച്ച് സാധാരണക്കാരെ മാറ്റിവെക്കുന്ന, അതായത് ഫക്കീറുമാരെ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പിന്നെ ചില സൽക്കാരങ്ങളിൽ പ്രത്യേകം ചില എണ്ണപ്പെട്ട വ്യക്തികൾ മാത്രം പങ്കെടുക്കേണ്ട പരിപാടികൾ ഉണ്ടാവും. അതിൽ പാവങ്ങളെയും എല്ലാവരും ഉൾപ്പെടുന്നതാണെങ്കിൽ അങ്ങനെ വിളിക്കുക. പണക്കാർ മാത്രം ഉള്ള ആളുകൾ, ചില കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മാത്രം നടത്തുന്ന പരിപാടി, അല്ലെങ്കിൽ ചില സ്ഥാപനത്തിലെ ജോലിക്കാർ, അപ്പൊ ആ ജോലിക്കാർ മുഴുവൻ പണക്കാരാണെങ്കിൽ അതിന് കുഴപ്പമില്ല. സാധാരണ എല്ലാവരും വിളിക്കേണ്ട പരിപാടികളിൽ നിന്ന് പണക്കാരെ മാത്രം വിളിച്ച് ഫക്കീറുമാരെ മാറ്റിവെക്കുന്നതാണ് ഒരിക്കലും അഭികാമ്യമല്ലാത്തത്. അപ്പോ സദ്യകൾ നടത്തുമ്പോ, സൽക്കാരം നടത്തുമ്പോ വിവേചനമില്ലാതെ എല്ലാവരെയും ക്ഷണിക്കണം എന്നതാണ് ഈ ഹദീസിന്റെ പാഠം. വമല്ലം യുജിബ് ദഅവത ഫഖദ് അസല്ലാഹ വറസൂല. ഇനി വിവാഹ സദ്യക്കും മറ്റുമൊക്കെ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിച്ച് അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ അവൻ അള്ളാഹുവിനും റസൂലിനും എതിര് പ്രവർത്തിച്ചവനാണ്, മഅസിയത്ത് ചെയ്തവനാണ്. അപ്പോ നമ്മെ സൽക്കാരത്തിന് ക്ഷണിക്കുമ്പോൾ ആ ക്ഷണം സ്വീകരിച്ച് ചെല്ലൽ അനിവാര്യമാണ്. ക്ഷണം സ്വീകരിച്ച് ചെല്ലാതിരുന്നാൽ അത് അള്ളാഹുവിനും റസൂലിനും എതിര് പ്രവർത്തിക്കലാണ്, വലിയ തെറ്റാണ് എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. ആകയാൽ സദ്യക്ക് ക്ഷണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതേപോലെ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിച്ച് ചെല്ലേണ്ടതുമുണ്ട്. ഇനി അഥവാ നമുക്ക് തീരെ പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ അത് നേരത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അല്ലാതെ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് പോകാതിരിക്കുന്നത് ഒരിക്കലും ശരിയല്ലെന്ന് മാത്രമല്ല, അത് അള്ളാഹുവിനോടും റസൂലിനോടും കാണിക്കുന്ന തെറ്റാണ്, ധിക്കാരമാണ്, അല്ലെങ്കിൽ ഒരു മഅസിയത്താണ്, ദോഷമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കല്യാണ സദ്യയും മറ്റും നടത്തുമ്പോൾ വിളിക്കേണ്ടവരെ വിളിക്കാനും, അത് ആരെങ്കിലും നമ്മെ ക്ഷണിച്ചാൽ അതിൽ കൃത്യമായി പങ്കെടുക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.